ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരുടെ പരിപാടിയും കാര്യങ്ങളും അന്ന് ഞാൻ ഷൂട്ട് ചെയ്തില്ല. പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ സ്കൂളിൽ പോയി. അപ്പോൾ മോനിക്ക് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ഞാൻ കുറുക്കുണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ടൊക്കെ ഭയങ്കര വാശിയാണ്. എന്താ കാരണം എന്നറിയില്ല. അവൻ്റെ കൈ ചെറുതായിട്ട് ഉളുക്കിയിട്ടുണ്ട് തോന്നുന്നു. പക്ഷെ അതൊന്നും ചില സമയത്തൊരു കുഴപ്പമില്ല. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ഭയങ്കര വാശിയാണ് കേട്ടോ ആൾക്ക്. സമയം ഇപ്പോൾ ഒരു 9:45 ആയിട്ടുണ്ട്. 9:30 ആകുമ്പോൾ കുട്ടികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ വേഗം തന്നെ തിരുമ്പാളത് രാത്രിയാണ് ശരിക്കും ഇടാറ് ഞാൻ. പക്ഷേ ഇട്ടുണ്ടായിരുന്നില്ല. രാത്രി നോമ്പറക്കലും കാര്യങ്ങളും നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നേരം വൈകിയോണ്ട് ഞെട്ടില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തിരുമ്മാനൊക്കെ ഇട്ട് കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം പോണത് ഞാൻ ഇക്കാക്ക് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം പോയിട്ട്. അപ്പോൾ അത് സൈസ് ഓക്കെ അല്ല. ഞാൻ അളവ് കൊണ്ടുപോയിട്ടാണ് എടുത്തത്. പക്ഷേ സൈസ് ഓക്കെ അല്ല. അപ്പോൾ കുട്ടികളുടെയും എല്ലാവരും ആയിട്ട് പോകുമ്പോൾ കടയിൽ വെച്ച് നോക്കാൻ പോലും അവരൊന്നും സമ്മതിക്കില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പോയപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഇക്കാക്ക് ഷർട്ടും പിന്നെ അതേപോലെ എൻ്റെ സംഭവവും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ആ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളൊന്ന് വരവൊന്ന് പോവാമെന്ന് വിചാരിച്ചു. കുറേ ആയി പോയിട്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ വീട്ടിലെത്തി. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അത്ര ചൂടാണ്. കാലും കൈയൊക്കെ പൊള്ളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചൂടാണ്. അത്രയും ചൂടത്താണ് കേട്ടോ നമ്മളൊക്കെ നോമ്പെടുക്കണത്. പുറത്ത് പോയി പണിയെടുക്കുന്നതിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുക തന്നെ വേണം. അപ്പോൾ വന്ന് കുറച്ച് നേരം അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്ന് കിടന്നുറങ്ങി. കാരണം അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. പുറത്ത് ജോലിക്ക് പോണ ഒരവസ്ഥ ഇതിനെങ്ങാട്ടി എന്തൊരു ഇതല്ലേ. അങ്ങനെ വന്ന് ഉറക്കം കഴിഞ്ഞ് വെച്ചപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. പിന്നെ 4 മണിയായിട്ട് സമയം. അപ്പോൾ ഇന്ന് മുളക് ബജിയുടെ കുറച്ച് ഞാൻ വേവിച്ചത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെ പക്കവട ഉണ്ടാക്കാം, എന്തെങ്കിലും പൊരി ഉണ്ടാക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്കവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്ന് തിരുമ്പിയതൊന്നും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വാഷിംഗ് മെഷീനിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം അത് വിരിച്ചിട്ടിട്ട് പിന്നെ അടുക്കളത്തെ പണികൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് വിരിച്ചിടാൻ നോക്കുകയാണ്. ഇപ്പോൾ ആദ്യമൊക്കെ മറ്റേ മെഷീനാകുമ്പോൾ എടുത്തിടണം. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഞാനത് തിരുമ്പിയതൊക്കെ വിരിച്ചിടാൻ മുറ്റത്തൊക്കെ പോയ സമയത്ത് ഇവരെന്ത് ചെയ്തു, ഇവള് എന്ത് സ്കൂളിൽ തന്ന റിബണും കാര്യങ്ങളൊക്കെ ബാഗിൽ തന്നെയാണ് അവർ സൂക്ഷിക്കുക. കാരണം വേറെ എവിടെയെങ്കിലും വെച്ചാൽ പിറ്റേ ദിവസം പോകുമ്പോൾ കാണില്ല. മുടിയിട്ട നേരത്ത് ബണ്ണും കാണില്ല, റിബണും കാണില്ല, എക്സ്റൈഡും ഒന്നും കാണില്ല. അപ്പോൾ രണ്ടുപേരും അവരാരെ ബാഗിലെടുത്ത് വെക്കും. പിന്നെ പിറ്റേ ദിവസം പോകുമ്പോൾ ബെൽറ്റും ഒക്കെ അവരുടെ ബാഗിൻ്റെ കള്ളിയിൽ നിന്ന് അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് അവർ ചെയ്യാറ്. അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഒരാൾ ഇരുന്ന് എഴുതുന്നുണ്ട്. അവളെത്തൊന്നും പറയണ്ട, അവൾ ഇരുന്ന് എഴുതും. മറ്റാളെത്ത് കുത്തിപ്പിടിച്ച് നമ്മൾ ഇരുന്നിട്ട് ചെയ്യാൻ സമയമില്ല. ഇരുന്ന് എഴുതിപ്പിക്കണം, പഠിപ്പിക്കണം, എന്നാലേ അവൾ ബുക്ക് കൊടുക്കുള്ളൂ. മറ്റവൾ പിന്നെ അതിന് വേണ്ട, സ്കൂൾ ടീച്ചറിനെ അത് പറഞ്ഞിട്ടുമ്മ അത് എഴുതാണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി, അവൾ ഇരുന്ന് എഴുതിക്കോളും. മാഷാ അല്ലാഹ്, എന്നും അങ്ങനെ ആവട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നപ്പോൾ അടുത്ത ആളിവിടെ ഭയങ്കര ഒരു പണിയാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഉമ്മൻ്റെ കൂട്ടാൻ അരക്കാൻ വേണ്ടിയിട്ട് തേങ്ങ മിക്സിയിൽ അരച്ചിട്ട് അങ്ങനെ മിക്സിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ വന്നിട്ട് ഒന്ന് ഓണാക്കി. ചെറിയ മോന് വന്നിട്ട് അവനക്ക് എത്തും ഇപ്പോൾ. അപ്പോൾ അവനക്ക് തിരിക്കാനും അറിയാം. അപ്പോൾ അവൻ എന്ത് ചെയ്ത് ഒന്നങ്ങോട്ട് കറക്കി ഇതും എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് തെറിച്ച പോയി. അപ്പോൾ അങ്ങനെ അത് ക്ലീൻ ആക്കാണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ മിക്സി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുന്നേ കുറേ മിക്സി വാങ്ങിയിട്ടും ഈ മിക്സി ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിൻ്റെ പാർട്സൊക്കെ ഊരാൻ പറ്റും. ഊരി നന്നായി വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പാർട്സൊക്കെ ഊരി ക്ലീൻ ചെയ്യാറുണ്ട്. അത് ജാറിൻ്റെ അടിയും കാര്യങ്ങളും ഒക്കെ ഊരാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത്. അങ്ങനെ വേഗം സ്റ്റൗവും കാര്യങ്ങളും കൂട്ടാൻ വെച്ചതിൻ്റെ ഒക്കെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നല്ല ക്ലീനിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ ജോലി കഴിഞ്ഞാലും എന്തെങ്കിലും ചെറുതായി തുടക്കം ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല. കാരണം വൃത്തിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു രസമല്ലേ. അപ്പം ഞാൻ വേഗം തന്നെ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. വേഗം ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ മുറിച്ച് മുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കും. കുറച്ച് നേരം ഉപ്പിട്ടിട്ട് കുറച്ച് നേരം അതൊക്കെ വെക്കും. അങ്ങനെ അതൊക്കെ
ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂൾ വിട്ടാണ്ട് ഒന്നും കഴിച്ചിരുന്നില്ല. മറ്റേ ഞാൻ ചോറ് വാരി കൊടുക്കും. ഇപ്പോൾ ചോറ് അധികം ഉണ്ടാവാറില്ല. പിന്നെ ഈ 4 മണി സമയത്ത് സ്കൂൾ വിട്ട് 4 മണി 5 മണി സമയത്ത് നമ്മൾ നോമ്പറക്കാനുള്ള കാര്യങ്ങളാവും നോക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാരി കൊടുക്കാൻ ഇരിക്കാറുമില്ല. അപ്പോൾ ചായ വേണം പറയുമ്പോൾ ചായയും പൊരിയും കൂടിയിട്ട് കൊടുത്തു. പിന്നെ ഈവൻ കഴിയണവരെ ഉള്ളൂ അടുപ്പത്ത് നമുക്ക് ഉള്ള പണികൾ കേട്ടോ. അത് കഴിഞ്ഞാൽ അടുപ്പ് ഇങ്ങനെ ക്ലീനാക്കി എടുക്കും. പിന്നെ നമ്മൾ വിറകടുപ്പം തന്നെ ബുക്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഒരു നെഞ്ചിടിപ്പുണ്ട്. കാരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾ വിറകടുപ്പുമ്പോൾ ചെയ്യണ്ടേ. വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ പോണത് കേട്ടോ. യുദ്ധമൊക്കെ പെട്ടെന്ന് അവസാനിച്ചാൽ മതിയെന്ന പ്രാർത്ഥന. അപ്പോൾ ഉമ്മ അവിടെ ഇരുന്നിട്ട് ചക്ക പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് പൊരി മതി എന്ന് പറഞ്ഞപ്പോൾ പൊരി എടുത്ത് കൊടുത്ത് അവർ അവിടെ പോയി ഇരുന്നിട്ട് ചായയും കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ പരിപാടിയൊക്കെ വേഗം ജ്യൂസ് അടിക്കാനുള്ള പഴവും പിന്നെ അതേപോലെ പാൽ ഒഴിച്ചിട്ടല്ല ജ്യൂസ് അടിക്കുക. പക്ഷെ പാലും നാരങ്ങയും പിന്നെ അതേപോലെ കടലമാവൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഞാൻ പക്കവടക്ക് ആക്കി വെച്ചപ്പോഴാണ് കടലമാവില്ലാന്ന് ഓർത്തത്. അപ്പോൾ ചിക്കനും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പൊരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോറിലേക്ക് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ചോറാണ് കേട്ടോ ഒന്നുണ്ടായിരുന്നത്. ഇപ്പോൾ പക്കവടക്കുള്ള സംഭവങ്ങൾ ഞാൻ കുറച്ച് മൈദ ഉണ്ടായിരുന്നില്ല, കടലമാവ് മാത്രമേ കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മൈദ വാങ്ങാൻ പറഞ്ഞപ്പോൾ കൊടുന്നപ്പോൾ അതും ഇട്ടിട്ട് വേഗം അതങ്ങോട്ട് പൊരിച്ചെടുത്തു. അങ്ങനെ പൊരിക്കണ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലും അവൾ വന്നിട്ട് കുറച്ച് നേരം ഫോണ് തായോ ചായയുടെയും കാര്യങ്ങളും കുറച്ച് കളിയും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഫോൺ വേണം പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഫോൺ കൊടുത്തു. പക്ഷെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല, അത് നമ്മൾ കൂടെ ഇരിക്കുക തന്നെ വേണം. ബാക്കിയുള്ളതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പക്കാവട പൊരിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മുളകുണ്ടായിരുന്നു, കുറച്ച് തന്നെ 5-6 ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം പൊരിച്ചെടുത്തു കേട്ടോ ബാക്കിയുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് തൊലി കളഞ്ഞിട്ട് മിക്സിയിൽ ജാറിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു, പഴം ജ്യൂസ് അടിക്കാനുള്ളത്. എന്നിട്ട് വേസ്റ്റൊക്കെ കൂടിയിട്ട് ഒപ്പം പുറത്ത് കൊണ്ട് കളയാലോ ഇട്ടാവണേറ്റ് മുന്നേ. കാരണം ഞാൻ കൂടുതൽ ഉച്ചരിഞ്ഞ് പണിയെടുക്കുമ്പോൾ വേസ്റ്റ് ബക്കറ്റിൽ ഇടില്ല, അങ്ങനെ ഒരു മുറത്തിലിടും എല്ലാ വേസ്റ്റും. പിന്നെ നമ്മളെല്ലാ പണികളും കഴിഞ്ഞ് ഒന്ന് തുടക്കൽ റൗണ്ട് ചെയ്ത് ഒന്ന് തുടക്കലും കാര്യങ്ങളും കഴിഞ്ഞാൽ വേസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി കളയാമല്ലോ. പിന്നെ അത് നേരം വെളുക്കോളം പിന്നെയും വെച്ചിട്ട് പിറ്റേ ദിവസം 4 മണിക്ക് പിന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് പണിയെടുക്കുക. അപ്പോൾ അത്രയും നേരം വെക്കണ്ട വിചാരിച്ചിട്ട് അപ്പം തന്നെ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കളയും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചിക്കന് ഞാൻ ചെറിയ പീസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പാത്തുവിന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാത്തുവിനെ തിരഞ്ഞിട്ട് കാണാനേ ഉണ്ടായിരുന്നില്ല. എവിടെയാണാവോ അവൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മുങ്ങുണ്ട്, എങ്ങണ്ടാ പോകണമെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. നല്ല കാല് കടച്ചിൽ, കുറച്ച് നേരം അധികം കിച്ചണിൽ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാല് കടച്ചില്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം അങ്ങനെ മാനത്തേക്ക് നോക്കിയിരുന്നു. കാരണം മഴ പെയ്യോ ഇല്ലേ എന്ന് നോക്കിയതാണ് കേട്ടോ. കാരണം ഞാൻ നാളെയാണ് ആ തിരുമ്പിയത് എടുക്കണുള്ളൂ, ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കയറി വന്നു, വാങ്ങി കൊടുക്കണായിട്ട് മുന്നേ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് അവളിന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്കുള്ളതൊക്കെ ടേബിളിൽ കൊടുന്ന് വെച്ചു. ഇന്ന് സ്പെഷ്യലായിട്ട് ചക്കയാണ് കേട്ടോ, നല്ല മധുരമുള്ള ചക്ക. മഴ പെയ്തു വെച്ചെങ്കിലും വെള്ളമൊന്നും കയറിയിട്ടുണ്ടായില്ല, നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ, മാഷാ അല്ലാ. അപ്പം അങ്ങനെ വാങ്ങി കൊടുക്കാനായിട്ട് പിന്നെ അവരുടെ പരിപാടി അവർ തുടങ്ങി. ഈ സമയത്ത് പിന്നെ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. ഇങ്ങനെ മുറിക്കണ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറയും വാങ്ങി കൊടുത്തിട്ട് എല്ലാവർക്കും കൂടി കഴിക്കുക, മേശയമ്മ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ഇക്കാക വെള്ളമൊക്കെ കൊടുന്ന് വെച്ചു, വെള്ളമൊക്കെ കൊടുത്തോളൂ, ബാക്കിയൊക്കെ ഞാൻ കൊടുന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇക്ക വന്നപ്പോൾ നല്ല തണുത്ത വെള്ളം ഇക്കാക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വേഗം ജ്യൂസും അടിച്ചു, വാങ്ങി കൊടുത്തു. ഞങ്ങളൊക്കെ നോമ്പ് തുറന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.